കർത്താവിൻ്റെ അതിരറ്റ കൃപയാൽ നമ്മൾ ഓർത്തതുപോലെ ദാനിയേൽ പ്രവചന പഠനത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഒരു ചെറിയ അളവിലെങ്കിലും നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് 12-ാം അധ്യായം കൂടെ എടുത്ത് നമുക്ക് തീർക്കാവുന്നതാണ്. 12-ാം അധ്യായം അല്പം വിപുലമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ചാപ്റ്ററാണ്. നമുക്കെങ്കിലും വളരെ ലളിതമായ ആ വിഷയങ്ങൾ ശ്രദ്ധിക്കാം. 11-ാം അധ്യായം നമ്മൾ കണ്ടു. ആ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും വൈഷമ്യമുള്ള അധ്യായം 11-ാം അധ്യായമായിരുന്നു. ഇസ്രായേലിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് പ്രാരംഭ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തുള്ള ബന്ധത്തിൽ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദാനിയേൽ അവസാനം കൊടുത്ത ദർശനത്തിൻ്റെ ആ തുടർമാനമായിട്ടുള്ള ഭാഗമാണ് ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്ത്, ഏത് കാലത്താണ്? നമ്മൾ നേരത്തെ ചിന്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം. രാഷ്ട്രങ്ങൾ മാറി മാറി ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ റഷ്യ, അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ, കിഴക്ക് നിന്നുള്ള രാജ്യങ്ങൾ, വടക്ക് നിന്നുള്ള രാഷ്ട്രങ്ങളുടെ മൂവ്മെൻറ്റ്, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിൽ വന്ന് യുദ്ധം നടത്തുകയും അവസാനം അർമ്മഗദോൻ്റെ മൂർധന്യാവസ്ഥയിൽ വരുന്ന ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അതാണ് വളരെ വ്യക്തമായി 11-ാം അധ്യായത്തിൻ്റെ 40 തൊട്ടുള്ള വാക്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി വരച്ചു തന്നത്. അത് സംഭവിച്ചു കൊണ്ടിരുന്ന സമയം, ആ കാലത്ത്, അറ്റ് ദ ടൈം, ആ പ്രത്യേക സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കടന്നു പോകാം. ജെറമ്യ പ്രവചനം 30-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. ജെറമ്യ ചാപ്റ്റർ 30, അതിൻ്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നാൽ അതിൻ്റെ നോക്കാം. ഈ കാലഘട്ടത്തെക്കുറിച്ച് മറ്റ് പ്രവാചകന്മാർ വെളിപ്പെടുത്തിയതിൽ വളരെ ശക്തമായി വെളിപ്പെടുത്തിയൊരു പ്രവാചകനാണ് യെരമ്യാവ്. അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 3 തൊട്ടുള്ള വാക്യം ശ്രദ്ധിച്ചാൽ: ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല, ഭയമത്രയുള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ആ വാക്യം നോക്കിയാട്ടെ. ആ കാലഘട്ടത്തിൻ്റെ ഗൗരവം ജെറമ്യാവ് വരച്ചു തരുന്നുണ്ട്. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 21 യേശുക്രിസ്തു പറഞ്ഞു: ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്ന് സംഭവിക്കും. നോക്കി, ഈ 2 ഭാഗങ്ങളും, മത്തായി 24-ന്റെ 21 ജെറമ്യാവ് 30-ന്റെ 7 ഒരുപോലെ പറയുന്നു: ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടമാണ്. അത്ര ഭയങ്കരമായ ഒരു കാലഘട്ടം ഇസ്രായേലിന് സംഭവിക്കാൻ പോവുകയാണ്. അന്ന് മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് 6-ാം വാക്യത്തിൽ പറയും: പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിൽ കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്ത്? പ്രസവവേദനപ്പെടുന്ന സ്ത്രീയെപ്പോലെ പുരുഷന്മാർ നോവ് കിട്ടിയിരിക്കുന്നു. അവർ ഭയന്നിട്ട് അവരുടെ മുഖമൊക്കെ തുടുത്തിരിക്കുന്നു. അവർ അരയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുന്നു. പ്രവാചകൻ ഓർപ്പിച്ച പോലെ ഇത് യാക്കോബിൻ്റെ കഷ്ടകാലമാണ്. യാക്കോബിൻ്റെ കഷ്ടകാലം, ഇസ്രായേലിൻ്റെ കഷ്ടകാലമാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. വളരെ വ്യക്തമായി വചനം ഒരു സത്യം പഠിപ്പിക്കുന്നു: ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അതിഭയങ്കരമായൊരു പീഡയുടെ കാലഘട്ടം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അതാണ് പഠിച്ചത്. പ്രത്യേകിച്ച് ദൈവം വളരെ വ്യക്തമായി ഏതെല്ലാം രാഷ്ട്ര കൂട്ടുകെട്ടുകൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത് നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി തന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പൈശാചികൻ്റെ ഉപദ്രവം ഇസ്രായേലിന് വളരെ കൂടും. ഇസ്രായേലിനെ ഏത് കാലഘട്ടത്തിലും പൈശാചികൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇസ്രായേലിനെ പൈശാചികൻ ഏറ്റവും ഉപദ്രവിച്ചു കൊണ്ടിരുന്നതിൻ്റെ കാരണം
നോക്കുക, സ്ത്രീയുടെ സന്തതി ജനിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയെടുത്ത ഒരു രാഷ്ട്രമായിരുന്നു ഇസ്രയേൽ. നമ്മൾ വളരെ വ്യക്തമായി വെളിപ്പാട് ദിവസം 12 വായിക്കുന്നുണ്ടത്. അത് മീഖാ പ്രവാചകൻ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ വായിക്കുന്നു 12-ാം അധ്യായത്തിൽ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ എന്ന് വെളിപ്പാട് 12 വായിക്കുന്നു. അത് ഇസ്രയേൽ രാഷ്ട്രമാണ്. എന്നാൽ ആ 12-ാം അധ്യായത്തിൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. സർപ്പം അവളെ വിഴുങ്ങിക്കളയുവാൻ നോക്കി. വലിയ ഉപദ്രവം, പ്രത്യേകിച്ച് പീഡന കാലഘട്ടത്തിൽ നമ്മളോട് വായിക്കുന്നുണ്ട്. സാത്താനെ സ്വർഗത്തിൽ നിന്ന് അടിച്ചിറക്കുന്നു. അവിടെയും നമ്മൾ വായിക്കുന്നു പ്രധാന ദൂതനായ മീഖായേൽ. അവിടെ ദൂതൻ വന്ന് 12-ാം അധ്യായം നോക്കിക്കട്ടെ നമ്മൾ, കാരണം ആ ദൂതനെ കുറിച്ച് ശ്രദ്ധിക്കാൻ പോവുകയാണ്. 7-ാം വാക്യം, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അവിടെ ഈ മീഖായേൽ സ്വർഗത്തിൽ ദുഷ്ടസേനയോട് യുദ്ധം ചെയ്യുന്നതായിട്ട് വായിക്കുന്നു. മീഖായേലിനെ തിരുവചനത്തിൽ പലയിടത്തും നമ്മൾ സാത്താനോട് പോരാടുന്ന ഒരു ദൂതനായിട്ടാണ് വെളിപ്പെട്ട് കാണുന്നത്. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ മോശയുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ സാത്താനോട് വാദിച്ച് തർക്കിക്കുന്നതായിട്ട് മീഖായേലിനെ നമ്മൾ കാണുന്നു. ഇവിടെ വരുമ്പോൾ സ്വർഗത്തിലും മീഖായേൽ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നാൽ മീഖായേൽ ആ യുദ്ധത്തിൽ ജയിക്കുന്നു. സർവ്വഭൂതങ്ങളെയും സ്വർഗത്തിൽ നിന്ന് അടിച്ചവരെ ആകാശമണ്ഡലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുന്നു. എന്നാൽ താഴോട്ടുള്ള ഭാഗം വായിച്ചാൽ ആ സാത്താൻ സകല ശൗര്യവും എടുത്തുകൊണ്ട്, അതിൻ്റെ 13-ാം വാക്യം, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അതായത് ഇസ്രയേലിനെ ഉപദ്രവിച്ചു തുടങ്ങി. അതിൻ്റെ 17-ാം വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ഇസ്രയേലിനോട് കോപിച്ചു. നോക്കുക, ഒരു പ്രത്യേക കാലഘട്ടം, അത് യാക്കോബിൻ്റെ കഷ്ടകാലം. വളരെ വ്യക്തമായി വചനം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് വീണ്ടും മീഖായേൽ എഴുന്നേൽക്കുന്നു. അതിൻ്റെ 12-ാം ദാനിയേൽ 12-ന്റെ 1-ാം വാക്യം, അക്കാലത്ത് തൻ്റെ സ്വന്തം ജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മീഖായേൽ മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. അറ്റ് ദ ടൈം, ഈ വിധത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഏഞ്ചൽ അവൻ മടങ്ങി വന്ന് വീണ്ടും ഇസ്രായേലിന് വേണ്ടി പോരാടുവാൻ എഴുന്നേൽക്കുകയാണ് അന്ത്യകാലത്ത്. കാരണം അത്ര വലിയ പീഡ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ മീഖായേൽ എഴുന്നേറ്റ ശേഷം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാനം മുമ്പേ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അപ്പോൾ മൂന്ന് വേദഭാഗത്തിൽ ഈ കഷ്ടകാലം ഒരു പ്രത്യേക കഷ്ടകാലമാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ ദാനിയേൽ 12-ന്റെ 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ജെരമ്യാവ് 30-ന്റെ 7, മത്തായി 24-ന്റെ 21, ഈ 3 വേദഭാഗങ്ങൾ നമ്മളങ്ങനെ ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് മീഖായേൽ പ്രഭു ഈ സന്ദർഭത്തിൽ എഴുന്നേൽക്കും. ഇസ്രയേലിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. യേശുക്രിസ്തു ജന്മം കൊടുക്കാതിരിപ്പാൻ ഈ രാഷ്ട്രത്തെ നശിപ്പിച്ച് കളയുവാനായിട്ട് സാത്താൻ ശ്രമിച്ചു. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളുണ്ട്. പല വിധത്തിൽ ഉപദ്രവിച്ചു നോക്കി. ഇസ്രയേലിൻ്റെ പൂർവ്വപിതാക്കന്മാരെ എടുത്തു നോക്കിയാൽ പലരുടെയും ഗർഭപാത്രങ്ങൾ അടഞ്ഞിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. പലരുടെയും പൂർവ്വപിതാക്കന്മാരുടെ, സാറയുടേത്, നമ്മൾ താഴോട്ട് വായിച്ചാൽ റിബേക്കയുടേത്, ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം പൈശാചികൻ്റെ വാസ്തവത്തിൽ ആ സ്ത്രീയുടെ സന്തതി ജനിക്കാതിരിപ്പാൻ, വാഗ്ദത്ത സന്തതി ജനിക്കാതിരിപ്പാൻ വാസ്തവത്തിൽ തടഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകരാഷ്ട്രങ്ങൾ, എത്രയോ രാഷ്ട്രങ്ങൾ എഴുന്നേറ്റു. അവരെ തച്ചുടയ്ക്കുവാൻ നമുക്കറിയാം 2-ാം ലോകയുദ്ധകാലത്ത് ഹിറ്റ്ലർ എഴുന്നേറ്റു. ഇതെല്ലാം എഴുന്നേറ്റപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ശക്തി പൈശാചിക ശക്തിയാണ്. നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ തിരുവചനത്തിൽ വീണ്ടും വായിക്കുന്നു. ജെരമ്യാവ് 30-ന്റെ 11-ാം വാക്യം നമുക്ക് നോക്കാം. നമ്മൾ ജെരമ്യാവിൽ നിന്ന് വായിക്കുകയുണ്ടായി. അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ നമ്മൾ 3 തൊട്ട് 7 വരെയുള്ള വാക്യം ശ്രദ്ധിച്ചു. ജെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്യം നമ്മൾ ശ്രദ്ധിച്ചു. അത് യാക്കോബിൻ്റെ കഷ്ടകാലം. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ 11-ാം വാക്യം നോക്കിയാട്ടെ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല. ദൈവം അവരെ ശുദ്ധീകരിക്കുകയാണ്. ഈ വാസ്തവത്തിൽ പീഡയുടെ ഫലമായി ദൈവം അവരെ ശുദ്ധീകരിക്കുകയാണ്. ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ ശുദ്ധീകരിക്കുന്നു. മറ്റ് രാഷ്ട്രങ്ങളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അവരെ ശുദ്ധീകരിക്കുന്നു. എത്ര പേരെ ശുദ്ധീകരിക്കും?
സഖറിയാ പ്രവചനം 13:8-9 വായിച്ചാൽ 1/3 ദൈവം ശുദ്ധീകരിച്ചെടുക്കും. 2/3 ഛേദിക്കപ്പെടും. ഇസ്രായേലിൽ 1/3 ശുദ്ധീകരിച്ച് ദൈവം എടുക്കും. അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് റോമാലേഖനം 11:26 വായിക്കുന്നത്, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഓൾ ഇസ്രായേൽ വിൽ ബി സേവ്ഡ്. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് റോമർ 11:26 വായിക്കുന്നു. നോക്കുക, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇന്നുള്ള അവിശ്വാസികൾ കൂടെ രക്ഷിക്കപ്പെടുമെന്നല്ല, ദൈവം അവരോട് ഇടപെട്ട് പാർശ്വത്തിൽ പീഡന കാലഘട്ടത്തിൽ സഖറിയാവ് 13:8-9 വാക്യത്തിൽ വായിക്കുന്ന പോലെ അവരെ പൊന്ന് ഊതിക്കഴിക്കുന്ന പോലെ, വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ ശുദ്ധീകരിച്ച് 1/3 ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ശേഷിക്കുന്ന ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. 2/3 ഛേദിക്കപ്പെടും. നോക്കുക, ആ കാലഘട്ടത്തിൽ പ്രത്യേകാൽ മീഖായേൽ എഴുന്നേൽക്കുന്നു. ഇസ്രായേലിന് വേണ്ടി മീഖായേൽ എഴുന്നേൽക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് എടുത്തു കാണിച്ചിരിക്കുന്ന ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. നോക്കുക, ആ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇതുവരെ ഈ കാലം വരെ സംഭവിച്ചിട്ടുള്ള കഷ്ടകാലം ഉണ്ടാകും. അന്ന് വളരെ പ്രാധാന്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സമൂഹത്തിൽ പല ഡിബേറ്റുകളുണ്ട്. അതിലൊരു വലിയ ഡിബേറ്റാണ്, നോക്കുക, സഭ വീടിന കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമെന്നുള്ള ഒരു ഡിബേറ്റ്. നമ്മൾ അത്രത്തോളം ആഴത്തിലേക്കൊന്നും ഇറങ്ങി വചനം ആ വിധത്തിൽ പരിശോധിച്ചില്ല. നമ്മൾ വിശ്വസിക്കുന്നത് പറഞ്ഞു പോവുകയായിരുന്നു. നോക്കുക, ക്രിസ്തീയ സമൂഹത്തിലുള്ളൊരു ഡിബേറ്റ്, സഭ പീഡന കാലഘട്ടം കൂടെ കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിലേ അവർക്ക് പുനരുത്ഥാനം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വാദിക്കുന്നവർ പറയുന്നുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കൂടെ കൂടിയതാണ് ദൈവത്തിൻ്റെ സഭ. അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കൂടെ കൂടിയതാണ് ദൈവത്തിൻ്റെ സഭ. അതുകൊണ്ട് ഈ പഴയ നിയമ വിശുദ്ധന്മാരോടുകൂടെ ജീവിച്ചിരിക്കുന്ന സഭയും പീഡനകാലത്തിൽ കൂടെ കടന്നുപോയി അവസാനമേ അവർക്ക് പുനരുത്ഥാനം സംഭവിക്കുകയുള്ളൂ. അന്ന് മാത്രമേ സഭയും പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമെന്ന് അവർ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന് എതിർത്ത് നിന്നുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യത്തെ വ്യക്തമാക്കുവാൻ ഏറ്റവും ഉപോത്ബലകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം. അതായത് സഭയുടെ കാലഘട്ടത്തിൽ സഭ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ, സഭയിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അല്ല ഇസ്രായേലിൻ്റെ പുനരുത്ഥാനമെന്ന് ഈ ഭാഗം കൊണ്ട് തെളിയിക്കുന്നു. കാരണം പീഡന കാലഘട്ടം ഇസ്രായേലിനെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയാണ് നമുക്ക് അവിടെ നോക്കിയാൽ ഇസ്രായേലിന് 2 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് ഇവിടെ പറയുന്നു. മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നത്. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിൽ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. 2 കാര്യങ്ങൾ സംഭവിക്കും. അറ്റ് ദ ടൈം there will be a deliverance for your people. നിന്റെ ജനത്തിന് വിടുതലുണ്ടാകും, രക്ഷ പ്രാപിക്കും എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്നോർക്കും രക്ഷ പ്രാപിക്കുകയാണെന്ന്, രക്ഷിക്കപ്പെടുകയാണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡെലിവറൻസ് ഫ്രം ഹും ഓർ ഫ്രം വാട്ട്? എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ്? നമുക്ക് ഈ കാലഘട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 12-ന്റെ 1-ാം വാക്യത്തിൽ അക്കാലം എന്ന് പറഞ്ഞപ്പോൾ പീഡന കാലഘട്ടത്തിൽ ഇസ്രായേലിൽ വലിയൊരു ഭാഗം പീഡിപ്പിക്കപ്പെട്ടും അല്ലാതെയും അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ there will be a deliverance. അതാർക്കാണ്? പുസ്തകത്തിൽ എഴുതി കാണുന്ന യവനും രക്ഷ പ്രാപിക്കും. അതോടുകൂടെ നിലത്തിൽ പൊടിയിൽ കിടക്കുന്ന പലരും, അവർ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും ഉണരും, അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കും. ഇത് ഒരു പക്ഷെങ്കിൽ ഈ ഭാഗം ട്രാൻസ്ലേഷൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. നമ്മുടെ മലയാളത്തിൽ വന്നത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആശയം നമ്മൾ ചിന്തിച്ചാൽ, പുനരുത്ഥാനം പ്രാപിച്ചാൽ ഒരു കൂട്ടം ആളുകൾ അനുഗ്രഹത്തിന് പുനരുത്ഥാനം പ്രാപിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി പുനരുത്ഥാനം പ്രാപിക്കുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഷാന്തരം ഞാൻ 2 വേർഷൻസ് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിലുള്ള വേർഷനും അതുപോലെ ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷനിലുള്ള ട്രാൻസ്ലേഷനും ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിന് മലയാളം പറയാനായിട്ട് ശ്രമിക്കാം. ഇംഗ്ലീഷ് അറിയാവുന്നവരാണല്ലോ മിക്ക ആളുകളും, പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ സാധിക്കും. ആ വാക്യം ശ്രദ്ധിക്കണം. ആൻഡ് മെനി ഓഫ് ദോസ് ഹു സ്ലീപ്പ് ഇൻ ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് വിൽ അവേക്ക് ദീസ് ടു എവർലാസ്റ്റിംഗ് ലൈഫ്, but the others
ടു ഡിസ്ഗ്രേസ് ആൻഡ് എവർലാസ്റ്റിംഗ് കണ്ടംപ്റ്റ്. എത്ര വ്യക്തമാണ് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. ആ വേർഷനുള്ളവരൊന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. ആ 2-ാം വാക്യം, ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. അവിടെ വ്യക്തമായി 2 പുനരുദ്ധാനത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് മെനി ഓഫ് ദോസ് ഹു സ്ലീപ്പ് ഇൻ ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് വിൽ അവേക്ക്. മണ്ണിൽ ഉറങ്ങുന്ന അനേകരും എഴുന്നേൽക്കും. ദീസ്, ഈ എഴുന്നേറ്റവരെ, ദീസ് ടു എവർലാസ്റ്റിംഗ് ലൈഫ്, അവർ നിത്യജീവനായി എഴുന്നേൽക്കും. ബട്ട് ദ അതേഴ്സ്, എന്നാൽ മറ്റുള്ളവർ, ടു ഡിസ്ഗ്രേസ് ആൻഡ് എവർലാസ്റ്റിംഗ് കണ്ടംപ്റ്റ്, അവർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായിട്ട് എഴുന്നേൽക്കും. നോക്കുക, ഇവരെ 2 കൂട്ടരെ 2ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിൻ്റെ പുനരുദ്ധാനം, മറ്റൊന്ന് വളരെ ശപിക്കപ്പെട്ട പുനരുദ്ധാനം. ഇനിയും അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ടു റെൻഡറിങ്, അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആൻഡ് അറ്റ് ദ ടൈം many of thy people shall awake or be separated out from among the sleepers in the earth dust. These who awake shall be into life everlasting, but those who do not awake at the time shall be unto shame and condemned everlasting. അവിടെ ട്രൂ റെൻഡറെങ്കിലും വളരെ വ്യക്തമായി എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. നോക്കുക, പുനരുദ്ധാനം പ്രാപിക്കുന്നവർ, അവർ അനുഗ്രഹത്തിന് വേണ്ടി പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ, പുനരുദ്ധാനം പ്രാപിക്കാത്ത ശേഷമുള്ളവർ, അവർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി പുനരുദ്ധാനം പ്രാപിക്കും. നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ വിശുദ്ധന്മാർക്ക് പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ ഒരു പുനരുദ്ധാനമേ അറിയുള്ളൂ. പുനരുദ്ധാനത്തിൻ്റെ വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുതിയ നിയമസഭയെ സംബന്ധിച്ചും ക്രിസ്തീയ ഗോളത്തിലുള്ളവർ ഏറിയ പങ്കും വാസ്തവത്തിൽ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരും, കാഹളം ധ്വനിക്കും, മരിച്ചവരെല്ലാം പുനരുദ്ധാനം പ്രാപിക്കും, വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൽ കയറും, വിശുദ്ധന്മാരല്ലാത്തവർ നിത്യനരകത്തിലേക്ക് പോകും. ക്രിസ്ത്യ സമൂഹത്തെ ചോദിച്ചാൽ ഏറിയ പങ്ക് ആളുകളും ഇതാ വിശ്വസിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരും വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിൽ പുനരുദ്ധാനം പ്രാപിക്കും. അവർക്കിതൊന്നും വേർതിരിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ലേ. ഇത് വേർതിരിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പുതിയ നിയമത്തിൽ, ഉപദേശത്തിൽ വളരെ ക്ലിയറായിട്ട് അത് പഠിക്കാനായിട്ട് സാധിക്കും. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രാരംഭമായിട്ട് അതിൻ്റെ കൺഫ്യൂഷൻ ഒന്ന് മാറ്റി ദാനിയേലിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തീർക്കാം. ഈ വിഷയം, സംശയം ഇവിടെ തീർന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്ന അധ്യായത്തിലെ ഒന്നും ഒരു വിഷയമല്ല, എളുപ്പം തീർക്കാനേ ഉള്ളൂ. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുക്കാം. ഞാൻ ആ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തിൽ ഒരു ചെറിയ സ്റ്റഡി ഒന്ന് നടത്തിക്കൊള്ളട്ടെ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 20 ഓൺവേർഡ്സ് പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് വളരെ വ്യക്തമായി എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് പഠിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമായിട്ടിരിക്കുന്നു ആ ഭാഗം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 20 തൊട്ടുള്ള വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എല്ലാവരും കർത്താവിൻ്റെ പേരിൽ ഒന്നിച്ചങ്ങ് ജീവിപ്പിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നമുക്ക് പിന്നീട് എടുക്കാം. അടുത്തതായിട്ട് അതോട് ചേർത്ത് പറഞ്ഞു, ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ഗ്രീക്കിൽ ടോക്മ എന്ന പദമാണ്. എവ്രി മാൻ ഇൻ ഹിസ് ഓൺ റാങ്ക്. ഓരോരുത്തരുടെ പുനരുദ്ധാനം അവരുടെ റാങ്കിലാണ് പുനരുദ്ധാനം സംഭവിക്കുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടുന്നു. പുനരുദ്ധാന ജീവിതം ക്രിസ്തുവിലേ ലഭിക്കത്തുള്ളൂ. എന്നാൽ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ അതോട് ചേർത്ത് ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചു, എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. ടോക്മ, എവ്രി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. ഓരോരുത്തൻ്റെ നിരയിൽ പുനരുദ്ധാനം സംഭവിക്കും. ആ നിര ഏതാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നോക്കുക, എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആദ്യഫലം ക്രിസ്തു, ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തു സകലത്തിലും മുൻപനാണ്. മരിച്ചവരിൽ നിന്നും ആദ്യഫലമായി അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. ഹി ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ഡെഡ്. സകലത്തിലും അവൻ മുൻപനാകേണ്ടതിന് നാം വായിക്കുന്നു, മരിച്ചവരിൽ നിന്നും അവൻ ആദ്യനായി പുനരുദ്ധാനം പ്രാപിച്ചു. ക്രിസ്തുവിന് മുമ്പ് മരിച്ചവർ പലരും പുനരുദ്ധാനം പ്രാപിച്ച് നാം വായിക്കുന്നുണ്ട്. പുനരുദ്ധാനം പ്രാപിച്ചവരൊക്കെ വീണ്ടും മരിച്ചു പോയപ്പോൾ മരണത്തെ അതിജീവിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. പിന്നെ, ആ പദം നോക്കിയ, പിന്നെ, എപ്പീറ്റ, EPIT ഗ്രീക്കിൽ എപ്പീറ്റ, പിന്നെ.
എ ലാപ്സ് ഓഫ് ടൈം, അൺഡെസിഗ്നേറ്റഡ് ഡ്യൂറേഷൻ, പറയപ്പെടുവാൻ വയ്യാത്തൊരു കാലഘട്ടം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞ് ദർ ഇസ് എ ലാപ്സ് ഓഫ് ടൈം. പിന്നെ മലയാള ഭാഷാന്തരത്തിൽ വന്നപ്പോൾ പിന്നെ എ ഡ്യൂറേഷൻ ഓഫ് ടൈം. അത് കഴിയുമ്പോൾ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ. ആദ്യഫലമായി ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചു. പിന്നെ എപ്പീറ്റ, ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ക്രിസ്തുവിനുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി, ഓരോരുത്തൻ്റെ നിരയ്ക്കനുസരിച്ച് പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറയുകയുണ്ടായി. ഇനി നമുക്ക് വചനത്തിലുള്ള മറ്റു ഭാഗങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പിന്നീട് പുനരുത്ഥാനം പ്രാപിക്കുന്ന ആരാണെന്ന് നോക്കാം. നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ യേശു ക്രിസ്തു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ അവനുള്ളവരൊക്കെ പുനരുത്ഥാനം പ്രാപിക്കുന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കാം. നമ്മൾ ആവർത്തിച്ച് പലപ്പോഴും പറയുന്ന വാക്യമാണ്. 1 Thessalonians chapter 4 verse 16. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശു ക്രിസ്തു കാഹളം ധ്വനിപ്പിച്ചുകൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, those who are dead in Christ. ഈ പദം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അനേകർ ഈ മണ്ണിൽ മരിച്ചു കിടപ്പുണ്ട്. അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചിട്ടുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർ വരുവാനുള്ള ക്രിസ്തുവിനെ നോക്കി അവർ നീതീകരിക്കപ്പെട്ടു. പുതിയ നിയമ വിശുദ്ധന്മാർ കാൽവറി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ പുറകോട്ട് നോക്കി അവർ നീതീകരിക്കപ്പെട്ടു. അനേകരുണ്ട്. ദൈവത്തിൻ്റെ വ്യത്യസ്ത യുഗങ്ങളിൽ ദൈവം എടുത്തിട്ടുള്ള അനേകരുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുന്ന കൂട്ടര് കർത്താവിൻ്റെ ഗംഭീരനാഥത്തോടു കൂടെയുള്ള വരവിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. സംശയമുണ്ടെങ്കിൽ വളരെ ക്ലിയറായിട്ട് ആ സംശയം ഞാൻ അടുത്ത ദിവസം വേണേ ക്ലാസ് ആ വിഷയം തന്നെ എടുക്കാം. ക്രിസ്തുവിൽ നമ്മളത് എടുത്തു നോക്കിയാൽ ആരാണ് ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നത്? പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമേ ക്രിസ്തുവിൽ എന്നുള്ള പദം കിട്ടിയിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-20 വാക്യം, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സസ് 20. മറ്റൊരു യുഗത്തിലും ഒരു വിശുദ്ധന് ലഭിക്കാത്തൊരു അനുഗ്രഹമാണ് പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ക്രിസ്തുവിൽ എന്ന പദം കിട്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-20 വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. പഴയ നിയമത്തിൽ അതില്ലേ? ഒരു കാലഘട്ടത്തോളം ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, യു ഇൻ മീ ആൻഡ് ഐ ഇൻ യു, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആയിത്തീരുന്നൊരു സമയം നിങ്ങളത് അന്നറിയും എന്ന് പറഞ്ഞു. ഏതാണ് ആ സമയം? എങ്ങനെ അത് സംഭവിച്ചു? 1 കൊരിന്ത്യർ 12-13 വാക്യം, 1 Corinthians chapter 12 verse 13. 1 കൊരിന്ത്യർ 12-13 നമ്മൾ വായിക്കുന്നു, ആത്മസ്നാനം എന്ത് സംഭവിച്ചു? യഹൂദനോ യവനനോ സ്വതന്ത്രനോ ദാസനോ? അവിടെ വായിക്കുന്നു, ആരുമായിക്കൊള്ളട്ടെ, അവര് ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരമായി അവൻ ശിരസും നാം അവന്റെ ശരീരവുമായി തീർന്നു. into one body. 1 കൊരിന്ത്യർ 12-13. we are baptized into one body. ഒരു ശരീരമായി മാറി. I in you and you in me. ക്രിസ്തുവിന്റെ മാർമിക ശരീരം, അവൻ ശിരസും നമ്മൾ അവന്റെ ശരീരവും. ഈ ബന്ധം പഴയ നിയമത്തിലോ വരുന്ന യുഗത്തിലോ ഒരു യുഗത്തിലും ഒരു ഭക്തന്മാർക്കും കിട്ടിയിട്ടില്ല. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമേ ആത്മസ്നാനമുള്ളൂ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 88 പ്രാവശ്യം പരാമർശമുണ്ട്. 88 times. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 88 പ്രാവശ്യം പരാമർശിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഒരു പ്രാവശ്യം പോലും ആത്മസ്നാനം അവർക്ക് കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടില്ലേ? ആത്മസ്നാനം വളരെ വ്യക്തമായി 1 കൊരിന്ത്യർ 12-13 നമുക്ക് മനസ്സിലാക്കി തന്നു. ഇൻറ്റു വൺ ബോഡി, വ്യത്യസ്തരായിരുന്ന മനുഷ്യരെ ഒരു ശരീരമാക്കി മാറ്റി. നമ്മൾ ആഗ്രഹിച്ചല്ലേ? നമ്മൾ അന്വേഷിച്ചതല്ലേ? ദൈവം അത് ചെയ്തു. മാളികമുറിയിൽ കൂടിയിരുന്ന ആ 120 പേരെ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി അവരെ ഒരു ശരീരമായി, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാക്കി. രക്ഷിക്കപ്പെടുന്നവരെ ആ ശരീരത്തോട് ദിനം പ്രതി ചേർത്തുകൊണ്ടിരുന്നു.
ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന ഭാഗമാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു കമ്പനി, ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഏതെങ്കിലും ഒരു കമ്പനി എടുത്തു, വളരെ പ്രസിദ്ധമായ ഒരു കമ്പനി എടുത്തു, IBM എന്ന് പറയുന്ന കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റിൽ ആ കമ്പനി അത് ഫോം ചെയ്ത് കഴിഞ്ഞു. കമ്പനി ഫോം ചെയ്തു, എല്ലാം റെഡിയായി, കമ്പനി വർക്ക് ചെയ്യുക. 4 പേര് പിന്നെയും ആ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ദേ ആർ ഓൺലി ആഡഡ് ടു ദാറ്റ് കോർപ്പറേറ്റ്. ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരം ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കയ്യും കാലും കണ്ണും മൂക്കും എല്ലാമായിട്ട് ആ കുഞ്ഞ് ജനിക്കുന്നേ. പിന്നീട് ആ കുഞ്ഞിൻ്റെ ശരീരം വളരത്തേയുള്ളൂ. ആ കുഞ്ഞിൻ്റെ ശരീരത്തിന് വേറൊരു അവയവം കൊണ്ട് പിടിപ്പിക്കുകയല്ലേ. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ മാളികമുറിയിൽ ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരം രൂപാന്തരപ്പെട്ടു. ആ ശരീരത്തോട് ഒരു കോർപ്പറേറ്റ് ഫോം ചെയ്ത പോലെ അവൻ്റെ മാർമിക ശരീരത്തോടെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ആത്മാവ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സംശയമുള്ളൊരു വേദഭാഗമായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ഇവിടെ എൻ്റെ വിഷയം അതല്ലായിരുന്നു. ഈ വിഷയം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം ഇന്ന് തീരും. അടുത്ത ക്ലാസ്സിന് വേണമെങ്കിൽ ഈ ആത്മസ്നാനത്തെക്കുറിച്ച് തന്നെ ഞാൻ എടുക്കാം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റിനകത്ത് ഞാൻ അകപ്പെടരുത്, അതുകൊണ്ട് ഞാനിത് ഓർപ്പിച്ചതാണ്. യഥാർത്ഥ സത്യത്തെ വചനത്തിൽ പറയുന്ന പോലെ ഭാഗിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആത്മസ്നാനം നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞതല്ലേ, ആത്മസ്നാനം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടിയതല്ല. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മെ ബന്ധപ്പെടുത്തുന്ന ആത്മസ്നാനത്താൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി മാറി. മറ്റ് യാതൊരു യുഗത്തിലും കാണാത്തൊരു അനുഗ്രഹം പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം. അവരാണ് ക്രിസ്തുവിലായി തീർന്നവർ. നമ്മുടെ പുനരുത്ഥാനമാണ് വിഷയം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനോട്, പിന്നെ ആഫ്റ്റർ എ ലാപ്സ് ഓഫ് ടൈം അവൻ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ. അതാരാണ്? പുതിയ നിയമ വിശുദ്ധന്മാർ, ആത്മസ്നാനം ലഭിച്ചവർ. അവരാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൽ നമ്മൾ ഓർത്തു, ഓരോരുത്തരുടെ നിരയിൽ പുനരുത്ഥാനം പ്രാപിക്കും. ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചിട്ട് മധ്യാകാശത്തിൽ കർത്താവ് കാഹളം ധ്വനിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ മരിച്ചവർ, പുതിയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കും. വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ശേഷം പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ് ഇവിടെ കാണുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ, ആ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്ന് കാണുമെന്നുള്ളത് ഇവിടെ കാണാം. എപ്പോഴാണ് അവരുടെ പുനരുത്ഥാനം? അവരുടെ പുനരുത്ഥാനം കർത്താവിൻ്റെ മധ്യാകാശ വരവിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാട്ടെ, വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിന് 2 കാര്യം സംഭവിക്കും. മീഖായേൽ പ്രഭു എഴുന്നേൽക്കുമ്പോൾ there will be a deliverance and there will be a resurrection. ഡെലിവറൻസ് സംഭവിക്കുന്നത് 7 വർഷം പീഡന കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തിലാണ് ഒരു ഡെലിവറൻസ് കിട്ടുന്നത്. അന്ന് പുനരുത്ഥാനവും സംഭവിക്കും. എത്ര ക്ലിയറാ? എന്തിനാണ് പിന്നെ വിഷമിക്കുന്നത്? പഴയ നിയമ വിശുദ്ധന്മാർ പുതിയ നിയമ വിശുദ്ധന്മാരോട് ചേർത്തല്ല പുനരുത്ഥാനം പ്രാപിക്കുന്നത്. ഈ ദാനിയേൽ 12 മാത്രം മതി മനസ്സിലാക്കാൻ. കാരണം എന്താ? അവർക്കൊരു വിടുതൽ കിട്ടുന്നു. നമുക്കറിയാം, അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നത് യേശു ക്രിസ്തു 2ാമത് മടങ്ങി വരുമ്പോഴാണ്. യേശു ക്രിസ്തു 2ാമത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട് നാം കർത്താവ് മൃഗത്തെയും കള്ളപ്രവാചകനെയും ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയിലേക്ക് അവനാണ് മാറ്റുന്നത്. അന്നാണ് ഇസ്രായേലിന് അവൻ്റെ കയ്യിൽ നിന്ന്, ഈ പീഡയിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും there will be a deliverance. ഈ ഡെലിവറൻസ് സംഭവിക്കുമ്പോൾ അന്ന് നിലത്തിൽ കിടക്കുന്നവർ, പൊടിയിൽ കിടക്കുന്നവർ, നിദ്ര പ്രാപിച്ചവർ, പലരും അവർ ഉണരുമെന്ന് പറയുമ്പോൾ അവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എത്ര വ്യക്തമായിട്ട് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുക, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുനരുത്ഥാനമൊക്കെ 1-ാം പുനരുത്ഥാനമാണ്. 1-ാം പുനരുത്ഥാനം നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്ന 1-ാം പുനരുത്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകം 20-4 തൊട്ടുള്ള വാക്യം വായിച്ചാൽ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. 2-ാം മരണത്തിൻ്റെ ദോഷം അവന് സംഭവിക്കില്ല. വിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമായി പറഞ്ഞിരിക്കുന്നത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. അവർ പല ഘട്ടങ്ങളിൽ പുനരുത്ഥാനം പ്രാപിക്കും. എന്നാൽ അവസാനത്തെ പുനരുത്ഥാനം കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയോടെ കഴിഞ്ഞിട്ട് വെളിപ്പാട് 20-11 തൊട്ട് 15 വരെയുള്ള വാക്യത്തിൽ വെള്ളസിംഹാസനം മുമ്പിൽ ന്യായവിധി നടക്കുവാൻ സകല ദുഷ്ടന്മാരും പുനരുത്ഥാനം പ്രാപിക്കും. അവിടെ ആ വിഷയം നമ്മൾ നിർത്തട്ടെ. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ ഭാഗം ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു 2 പുനരുത്ഥാനമുണ്ട്. ഇവിടെ ആ 2-ാം വാക്യത്തിൽ നിന്നൊക്കെ നമ്മളത് ചിന്തിക്കുകയായിരുന്നു. ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞു 3-ാം വാക്യത്തിൽ, എന്നാൽ ബുദ്ധിമാന്മാർ
ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ ഒരു ഉത്സാഹം തോന്നാറുണ്ട്. കാരണം ഉത്സാഹമല്ല, ഒരു പ്രത്യേകത തോന്നാറുണ്ട്. കാരണം ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആശ്ചര്യമായി ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ട് സകലവിധമായ ദുരുപദേശങ്ങളും നടമാടുന്ന ഒരു കാലഘട്ടത്തിൽ മർമ്മം മഹതിയാം ബാബിലോണായി സഭ തീർക്കപ്പെട്ട ഒരു കാലഘട്ടം. ക്രിസ്തീയ സമൂഹവും മറ്റു മതങ്ങളെല്ലാം കൂടെ ചേർന്ന് വെളിപാട് 17 പറയുന്ന പോലെ മർമ്മം മഹുത ബാബിലോണായി സഭ വെളിപ്പെട്ട് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ട് അന്തിക്രിസ്തു കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടം ബുദ്ധിമാന്മാരുണ്ടായിരിക്കും. അവരെ തിരുവചനം പറയുന്നു, ദോസ് ഹു ആർ വൈസ്. ഞാൻ പലരുടെ എഴുത്തുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, അവരാരാണെന്ന് ചോദിച്ചാൽ ദേ ആർ ടീച്ചേഴ്സ്. ദൈവജനം ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾ. മത്തായി 24 നമുക്കൊരു സൂചന കിട്ടുന്നു. മാത്യു ചാപ്റ്റർ 24 നമ്മൾ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണല്ലോ കർത്താവ് അവിടെ പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ കർത്താവ് 24:45 തൊട്ട്, എന്നാൽ ആ പീഡന കാലഘട്ടത്തോടുള്ള ബന്ധത്തിലൊക്കെയായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ 45 വാക്യം തുടങ്ങി, എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്തിന് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവനെ തനിക്കുള്ള സകലത്തിന്മേൽ യജമാനനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പ്രത്യേകാല ഈ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തെ ഈ സത്യങ്ങൾ പഠിപ്പിക്കുന്ന, ഈ സത്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം ബുദ്ധിമാന്മാരുണ്ടായിരിക്കും. അവരെ കർത്താവ് പ്രത്യേകാൽ ഒരനുഗ്രഹത്തിലേക്ക് പാത്രീഭൂതരാക്കും. ദുരുപദേശങ്ങളിലേക്കും സഭവാസ്തവത്തിൽ ആ വിധത്തിൽ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ വിശ്വസ്തരായ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാരെ ദൈവം പ്രത്യേകാൽ ആദരിക്കുമെന്നുള്ളത് ഈ ഭാഗത്തുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അവിടെ വായിക്കുന്നു, അവർ ബുദ്ധിമാന്മാരാകാശ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. ദേ ആർ സോൾ വിന്നേഴ്സ്. ഇവിടെ എന്നിട്ടെടുത്ത് പറഞ്ഞു, പലരെയും നീതിയിലേക്ക് നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും ശോഭിക്കും. ദേ ആർ ഹെവൻലി സ്റ്റാർസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പുനരുത്ഥാനത്തിൻ്റെ ശോഭയിൽ വ്യത്യാസമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാന ആ ചാപ്റ്ററിൽ പൗലോസ് പഠിപ്പിച്ചത് നാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, സൂര്യൻ്റെ ദേശം വേറെ, ചന്ദ്രൻ്റെ ദേശം വേറെ, നക്ഷത്രങ്ങളുടെ ദേശം വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. there will be difference in glory. തേജസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ രേഖപ്പെടുത്തി, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. അവരെ പ്രത്യേകം എടുത്തു മനസ്സിലാക്കാൻ കഴിയും. ആ ഭാഗം ഞാൻ എടുത്തു പറയാറുണ്ട്. ലോകത്തിൽ ഇന്ന് നക്ഷത്രങ്ങളുണ്ട്, സ്പോർട്സ് സ്റ്റാർസും ഫിലിം സ്റ്റാർസൊക്കെ. അവർ ലോകത്തിലുള്ള ജനങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകം ആദരിക്കപ്പെടുന്ന, വാസ്തവത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ, വർഷിപ്പ് ചെയ്യുന്നൊരു കൂട്ടം ആളുകളായി അവർ നിൽക്കുമ്പോൾ സ്വർഗീയ നക്ഷത്രങ്ങളായി പ്രഭയുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും തീരുമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമുക്കറിയാം, 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിച്ച് അവർ ലോകത്തിൻ്റെ തെക്കും വടക്കും നടന്നുകൊണ്ട് അനേക ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വയ്യാത്ത വലിയൊരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നോക്കുക, ഈ വചനങ്ങൾ മനസ്സിലായിക്കൊണ്ട് വീണ്ടും അവർ ആത്മാക്കളെ നേടുന്നവരായി പലരും തീരുമ്പോൾ അവരൊക്കെ പ്രഭ പോലെ അന്ന് അവിടെ ശോഭിക്കുമെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ നിയോദാനിയയിലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. നോക്കുക, പ്രവചനം അന്ത്യകാലത്ത് അനേകരത് പരിശോധിക്കാൻ പോവുകയാണ്. ഈ പ്രവചന വിഷയങ്ങൾ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ പലരും അതിനെ പരിശോധിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പലരും വർദ്ധിക്കുകയും പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേലോ എന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റ് രണ്ടാൾ, ഒരുത്തൻ നദീതീരത്തും ഇക്കരയും മറ്റൊരുത്തൻ നദീതീരത്ത് അക്കരയും നിൽക്കുന്ന കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയകാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പുരുഷനെ 10-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? 10-ാം അധ്യായത്തിലും
ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലും 5-ാം വാക്യം ഇല്ലേ ഇരിക്കുമ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫർ തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നമ്മൾ നേരത്തെ ചിന്തിച്ചു അത് ഗബ്രിയേലാണ്, അവനെ ഒരു പുരുഷനെന്ന് പേര് പറഞ്ഞിരിക്കുന്നു. നോക്കുക, ഇവിടെ ആ ദൂതനോട്, ആ പുരുഷനോട് ഈ അതിശയകാര്യം കൂടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഇനിയും അല്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇതിനൊക്കെ അവസാനം ഇസ്രായേലിന് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ പീഡയൊക്കെ സംഭവിക്കുന്നു. എന്നാൽ ഇവിടെ പുനരുത്ഥാനം പ്രാപിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ഒരു കൂട്ടം ആളുകളെ, ബുദ്ധിമാന്മാരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ മാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ. ഇതിനൊക്കെ അവസാനം എപ്പോൾ വരും? ഇതെപ്പോഴാണ് ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ദാനിയേൽ കേൾക്കുകയാണ്. ക്ഷണവസ്ത്രം ധരിച്ച നദീതീരത്തിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. കാലവും കാലങ്ങളും കാലാർത്ഥവും നമുക്ക് വളരെ വ്യക്തമായിട്ട് അതറിയാം. 3.5 കാലഘട്ടം. അന്തിക്രിസ്തു ഭരണമേറ്റെടുത്ത് കഴിഞ്ഞ് അവൻ ലോകത്തിൻ്റെ സ്വച്ഛാധിപതിയായി ഇസ്രായേലിൻ്റെ പീഡ ആരംഭിക്കുമ്പോൾ ആ ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഉപദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കാലവും കാലങ്ങളും കാലാർത്ഥവും, എ ടൈം ആൻഡ് ടൈംസ് ആൻഡ് ഹാഫ് എ ടൈം, 3.5 years, 3.5 വർഷക്കാലം ചെല്ലും. ഇതിന് അവസാനം വരണമെങ്കിൽ 3.5 വർഷക്കാലം കഴിയണം. അപ്പോൾ ആ കാലഘട്ടം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. അവർ വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യമൊക്കെ നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ വാക്ക് നോക്കിയാട്ടെ. അവർ വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളയും. Antichrist shall scatter the power of his holy people and this thing shall be finished. ഇന്ന് ഇസ്രായേൽ ലോകത്തുള്ളൊരു ഔന്നത്യത്തിൽ നിൽക്കുന്നു, വലിയൊരു രാഷ്ട്രമായി, സൈനിക ശക്തിയുള്ളൊരു രാഷ്ട്രമായി നിൽക്കുന്നു. എന്നാൽ ഇവിടെ വായിക്കുന്നു, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളയും, തരിപ്പണമാക്കും. അവരെ തകർത്ത് കളയുമ്പോഴാണ് അവർ അവസാനം കുത്തിവെങ്കിലേക്ക് നോക്കുന്നത്. അവരതുവരെ തകർക്കപ്പെടുവാൻ നിവൃത്തിയില്ലേ. സക്കറിയാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ അവസാനം കുത്തിവെങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെയും അവർ കരഞ്ഞുകൊണ്ട് നോക്കുന്നത് ദൈവം ഈ സന്ദർഭത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരാനാണ് ഈ പീഡ മുഴുവൻ അഴിച്ചുവിട്ടത് അവരുടെ ശുദ്ധീകരണത്തിനായിരുന്നു. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയ വാക്ക് അല്പം കഠിനമാണ്. എന്താ? വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളയും, ഇസ്രായേലിനെ തച്ചുടയ്ക്കും. അത് കഴിയുമ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ അവസാനം വരും. ഇത് സത്യമാണ് എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ ഈ 3.5 വർഷം പീഡന കാലഘട്ടം, ഏറ്റവും വലിയ കാലഘട്ടം, നമ്മൾ ഓർത്തതുപോലെ യാക്കോബിൻ്റെ കഷ്ടകാലം, ആ 3.5 വർഷം കൂടെ കഴിഞ്ഞെങ്കിലേ ഇതൊക്കെ തീരുകയുള്ളൂ. എന്നാൽ അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ഞാൻ കേട്ടും എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിത്തീരും എന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞ, ദാനിയേലേ പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങളെ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടിരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർബലികളിച്ച് ശോധന കഴിച്ചും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ദാനിയേലിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദാനിയേൽ ഏകദേശം 96-97 വയസ്സായി കഴിഞ്ഞു. വൃദ്ധനായ ഒരു മനുഷ്യൻ. എത്രയോ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നതും അസ്തമിക്കുന്നതും കണ്ടു. ബാബിലോൺ, പേർഷ്യ രാജാക്കന്മാർ അവരുടെയൊക്കെ ഭരണകൂടങ്ങളെ കണ്ട്, ഇതെല്ലാം കണ്ട് ഈ ദർശനമൊക്കെ കണ്ട് നാം വായിക്കുന്നു, ബലമില്ലാത്തവനെ, എഴുന്നേൽക്കുവാൻ കഴിയാത്തവനായി, തൻ്റെ ശരീരമൊക്കെ ക്ഷീണിച്ച് ഈ ദർശനങ്ങളെല്ലാം കൂടെ കണ്ട് തൻ്റെ സ്വന്തം ജനത്തിന് വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ട് തനിക്കിതൊന്നും പിടികിട്ടുന്നില്ല. ദാനിയേലിനൊന്നും നമുക്ക് ലഭിച്ച പോലെ വെളിപ്പാട് കിട്ടിയിട്ടില്ലേ? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സകലവും നമ്മോട് അരുളി ചെയ്തു, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നു. ദാനിയേലിന് അങ്ങനെ മനസ്സിലാകുന്നില്ലേ? എന്നാൽ ദൈവം ദാനിയേലിനോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിനക്കിത് മനസ്സിലാക്കാനുള്ളതല്ലേ. ഈ പുസ്തകത്തെ അന്ത്യകാലം വരെ അടച്ച് മുദ്രയിടുക. നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത് പോലെ അനേകർക്ക് ഇത് മനസ്സിലാകത്തില്ലേ? അന്ത്യകാലം വരെ അനേകർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അന്ത്യകാലം വരുമ്പോൾ പലരും ഇത് മനസ്സിലാക്കാൻ തുടങ്ങും. Many shall run to and fro. അനേകർ ഓടുവാൻ തുടങ്ങും, ജ്ഞാനം വർദ്ധിക്കും, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും.
പ്രവചന പഠനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ കാര്യങ്ങൾ ഗ്രഹിക്കും തോറും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിച്ച് അവർ അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇത് ഗ്രഹിക്കാത്ത മനുഷ്യനോ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് അവരാരും തിരിച്ചറിയാതെ മുന്നോട്ട് പോകും. ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വചനത്തോളം ബന്ധത്തെ ശ്രദ്ധിച്ചു നോക്കി. അന്ത്യകാലത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുദ്രകൾ പൊട്ടിച്ചു തന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോൾ വിശുദ്ധന്മാർ ഇത് മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധന്മാരായി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുമ്പോൾ ലോകത്തിലുള്ള ദുഷ്ടന്മാർ ദുഷ്ടത വർദ്ധിക്കുകയാണ്. അവർക്കിതൊന്നും മനസ്സിലാകത്തുമില്ല, അവർക്കിതൊന്നും വിഷയവുമല്ല. അവർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് നോഹയുടെ കാലം പോലെ ലോത്തിൻ്റെ കാലം പോലെ മ്ലേച്ഛത വർദ്ധിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. ഇനിയും ശ്രദ്ധിച്ചോണം, 11-ാം വാക്യത്തിൽ അടുത്തതായിട്ട് നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചൊല്ലും. 1330 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. മനസ്സിലാക്കാൻ ആകപ്പാടെ കുഴപ്പമുള്ള ഭാഗമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 2 ഡേറ്റ്, 1290 ദിവസവും 1335 ദിവസവും. 3.5 വർഷത്തിൻ്റെ കാലഘട്ടമല്ലേ? 3.5 വർഷം എത്ര ദിവസമുണ്ട്? 1260 ദിവസമേ ഉള്ളൂ. 360 ദിവസമുള്ള 3.5 വർഷം എന്ന് പറയുമ്പോൾ 1260 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 1260 ദിവസമല്ല, 1290 ദിവസമാണ്. 60 ദിവസത്തോടുകൂടെ 1260 കൂടെ 1 മാസം കൂടെ കൂട്ടി 1290. അതുകൂടാതെ അതിനോട് വീണ്ടും ഒരു 45 ദിവസം കൂടെ കൂട്ടി 1335. കണക്ക് കൂട്ടി നോക്കിയേ. 3.5 വർഷം എന്ന് പറഞ്ഞാൽ 1260 ദിവസമാണ്. അതിൻ്റെ കൂടെ ഒരു 30 ദിവസം കൂട്ടിയപ്പോൾ 1290 ദിവസം കിട്ടി. അതിൻ്റെ കൂടെ ഒരു 45 ദിവസം കൂടെ കൂട്ടിയപ്പോൾ 1335 ദിവസം കിട്ടി. അപ്പോൾ നോക്കുക, പീഡനകാലം അവസാനിച്ച് പിന്നെയും ഒരു 30 ദിവസവും പിന്നെ അത് കഴിഞ്ഞൊരു 40-45 ദിവസം കൂടെ. എന്താ ഈ പറയുന്നത്? ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ആ കാലഘട്ടത്തിൻ്റെ ആരംഭം എപ്പോഴാണ്? 11-ാം വാക്യം. They begin with the time that the daily sacrifice shall be taken away. നിരന്തര ഹോമയാഗത്തെ എടുത്തു കളയുന്ന കാലഘട്ടം തുടങ്ങി 1290 ദിവസം. അപ്പോൾ പീഡന കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിൽ അന്തിക്രിസ്തു ഇസ്രായേലിനോടുള്ള ഉടമ്പടി ലംഘിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ 1260 ദിവസം എടുക്കും അന്തിക്രിസ്തുവിൻ്റെ ഭരണം അവസാനിക്കാൻ. അത് അവസാനിച്ച് വീണ്ടും 30 ദിവസം കൂടെ എടുക്കും. എന്തിനു വേണ്ടി? യേശുക്രിസ്തു മടങ്ങി വന്ന് ഈ ലോകത്തിൽ അവൻ്റെ രാജ്യം സ്ഥാപിച്ച് മലിനീകരിക്കപ്പെട്ട ദേവാലയം ശുദ്ധീകരിച്ച്, അല്ലെങ്കിൽ ഒരു സഹസ്രാബ്ദ ദേവാലയം ക്രമീകരിച്ച് ഈ ഭൂമിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ യെരുശലേം ക്യാപിറ്റലാക്കി കാര്യങ്ങളുടെ ക്രമീകരണത്തിന് കർത്താവ് 1260 ദിവസം കഴിയുമ്പോൾ മഹത്വ പ്രത്യക്ഷത നടക്കും. എന്നാൽ ഭൂമിയിൽ വന്ന ശേഷം വീണ്ടും ഒരു 30 ദിവസം എടുത്തു പറയുന്നു അന്തിക്രിസ്തുവിനെ ബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ചെല്ലുവാനായിട്ട് ഒരു 30 ദിവസം കൂടി എടുക്കും. പിന്നെയും എന്തിനാ 1335 ദിവസം പറഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് സഹസ്രാബ്ദ വാഴ്ചയുടെ മഹത്വത്തിലേക്ക് ഭൂമി ഉയരുവാൻ ലോകരാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്നു. മത്തായി 25:31 തൊട്ട് 46 വരെ കർത്താവ് മടങ്ങി വന്ന് ഇസ്രയേലിൽ മാത്രമല്ല ലോകത്തിലുള്ള രാജ്യങ്ങളെ മുഴുവൻ ന്യായം വിധിക്കും. അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് സകല ജാതികളെയും അവൻ്റെ മുന്നിൽ ന്യായം വിധിച്ച് ദുഷ്ടന്മാരെ മാറ്റിക്കളഞ്ഞ് നീതിമാന്മാരെ മാത്രം തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെടുക്കുവാൻ, തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം അതിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരുവാൻ അന്തിക്രിസ്തു ഇസ്രായേലിനോട് ഉടമ്പടി ലംഘിച്ച് അവിടം തൊട്ട് ഈ മഹത്വപൂർണമായ കാര്യം, ഭാഗ്യകരമായ സമയം ആവിർഭവിക്കുവാൻ വരെ 1335 ദിവസം വേണം. പീഡനകാലം അവസാനത്തെ 3.5 വർഷം അവസാനിച്ച് 1 മാസം 30 ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു 45 ദിവസം കൂടെ കഴിയുമ്പോഴാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അന്ന് വരെ ജീവിച്ചിരിക്കുന്നവരെ ഭാഗ്യവാന്മാരാ. ആ പദം ശ്രദ്ധിക്കുക. ആ ഭാഗ്യവാൻ തന്നെ എന്തിനെ കാണിക്കുന്നു? യേശുക്രിസ്തു മടങ്ങി വന്ന്
ലോകരാഷ്ട്രങ്ങളെ ശിക്ഷ വിധിച്ച് ഇസ്രായേലിൻ്റെ രാജ്യം ശുദ്ധീകരിച്ച് ദേവാലയം ശുദ്ധീകരണമോ സഹസ്രാബ്ദ ദേവാലയത്തിൻ്റെ ആരംഭം കുറിച്ച് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെടുത്ത് അവൻ്റെ രാജ്യം ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ 1335 ദിവസം എടുക്കും. അവിടെ വരെ ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാനാണ്. സഭ മാറ്റപ്പെട്ടു, കാഹളം ധ്വനിച്ചു മാറ്റപ്പെട്ടു. ലോകത്തിൽ ഒരു കൂട്ടം ചെറിയ കൂട്ടം മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെട്ടു. ബാക്കിയിൽ മനുഷ്യരെല്ലാം ഭൂമിയിൽ ജീവിക്കുകയാണ്. ലോകം മുന്നോട്ട് പോകുന്നു. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. 7 വർഷത്തിന് ഉടമ്പടി ചെയ്തു. 7 വർഷത്തിൻ്റെ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ 3 വർഷം ആരംഭിക്കുമ്പോൾ മഹാ ഉപദ്രവം തുടങ്ങുന്നു. ലോക ജനസംഖ്യയിൽ വലിയൊരു സമൂഹം മരിച്ചു പോകുന്നു. ഇസ്രായേലിൽ 2/3 മരിച്ചു പോകുന്നു. ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, വ്യാധികൾ, മഹായുദ്ധങ്ങൾ, കൊടുതികൾ, നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തതുപോലെ, നമ്മൾ ഓർത്തതുപോലെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഭയങ്കരമായ പീഡകൾ നടക്കുമ്പോൾ, അന്തിക്രിസ്തു മുദ്ര കൊടുക്കുവാൻ അവൻ ആളുകളെ തിരഞ്ഞുപിടിച്ച് ആ വിധത്തിൽ ഉപദ്രവം കൊടുക്കുമ്പോൾ, സാത്താൻ തൻ്റെ സകല ശൗര്യവുമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് ഇതുവരെ നിരൂപിക്കാൻ കഴിയാത്ത അതുപോലുള്ള ഉപദ്രവങ്ങൾ, പാതാളത്തിൽ നിന്ന് വെട്ടുക്കിളികൾ കടന്നു വന്ന് മനുഷ്യനെ കുത്തി 6 മാസം അവർ പൊളയുവാൻ ഉതകുന്ന വിധത്തിൽ വേദനയെടുത്ത് അങ്ങനെയൊക്കെ പൊളയുമ്പോൾ, സൂര്യൻ്റെ ചൂട് കൊണ്ട്, അത്യുഷ്ണം കൊണ്ട് മനുഷ്യൻ വെന്തുപോകുന്ന കാലഘട്ടം, കുടിക്കുവാൻ വെള്ളമില്ലാതെ അത് മുഴുവൻ മലിനപ്പെട്ട് കണ്ടാമിനേറ്റഡായി അത് വെള്ളം കുടിക്കുന്നവൻ മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം, മഹോപദ്രവം. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. എന്നാൽ ആ സമയമൊക്കെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവൻ മരിക്കാതെ തന്നെ സൂക്ഷിച്ച് ഒളിച്ചിരുന്നും പാത്തിരുന്നും പട്ടിണി കിടന്നും ബുദ്ധിമുട്ട് അനുഭവിച്ചും 1335 ദിവസം കൊണ്ട് തികച്ചാൽ അവൻ ഭാഗ്യവാനായി. ഇവിടെ കാര്യങ്ങളുടെ സമാപ്തി. ഇതൊക്കെ എപ്പോൾ തീരും, ഇതിനൊക്കെ സമാപ്തി എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ ആ കാലഘട്ടവും പ്രത്യേകാൽ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേലിനത് മനസ്സിലായില്ല. ദാനിയേലിനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, നിനക്കിത് മനസ്സിലാക്കാൻ ഒക്കില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. നമുക്ക് ആ ഭാഗം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 13-ാം വാക്യം. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അവസാനമായി ദാനിയേലിനോട് പറഞ്ഞ വാക്ക്, നീ പൊയ്ക്കൊള്ളുക. നിനക്ക് 96-97 വയസ്സായി, വൃദ്ധനായി, നീ നിന്റെ പിതാക്കന്മാരോട് ചേരുവാൻ സമയമായി. എന്നാൽ അവിടെ പറഞ്ഞു, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്. മരിച്ചവർ, നിദ്ര പ്രാപിച്ചവർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഇവിടെ മനസ്സിലാക്കി തരുന്നു. അവർ വിശ്രമിക്കുകയാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. ഈ പഴയ നിയമ വേദഭാഗവും പുതിയ നിയമ വേദഭാഗവും ഒരു സത്യം പഠിപ്പിക്കുന്നു: ദൈവജനം മരിച്ചാൽ അവർ വിശ്രമിക്കുകയാണ്. ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ അധ്വാനമൊക്കെ അവസാനിച്ചു, നീ പോയി നിന്റെ പിതാക്കന്മാരോട് ചേർന്ന് നീ വിശ്രമിച്ച ശേഷം കാലത്തിൻ്റെ അന്ത്യത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ആ വാക്ക് ശ്രദ്ധേയമാണ്. എന്നാൽ ഇവിടെ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദാനിയേൽ ആരായിരുന്നു? ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. ഏറ്റവും പ്രിയ പുരുഷൻ. അവൻ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ച് അവൻ മരിക്കുമ്പോൾ 116-ാം സങ്കീർത്തനത്തിൽ 15-ാം വാക്യം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻറ്റ്സ്. 116-ാം സങ്കീർത്തനം 15-ാം വാക്യം എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങൾ ഒരു വാക്യമാണ്. പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻറ്റ്സ്. ഞാനിങ്ങനെ പറയുകയുണ്ടായി, പത്രത്തിൽ ഒരുപാട് മരണവാർത്ത വരുന്നുണ്ട്, ഒരുപാട് പേരുടെ ഫോട്ടോ വരുന്നുണ്ട്. നമ്മൾ ആ പത്രവാർത്തയൊക്കെ എടുത്തു നോക്കി പത്രം അങ്ങോട്ട് മാറ്റി വെക്കും. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ വിലപ്പെട്ടതായി. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരോ മാതാക്കളോ നമ്മുടെ അടുത്തുള്ളവർ മരിക്കുമ്പോൾ ആ മരണക്കിടക്കയിൽ നമ്മൾ അടുത്തിരുന്ന് അവർ അവസാനം പറയുന്ന വാക്കുകൾ കേൾക്കും. അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിപ്പാൻ വളരെ തൽപരരായിരിക്കും. കാരണം അവർ നമുക്ക് വളരെ പ്രഷ്യസാണ്. അവരുടെ അവസാനത്തെ ശ്വാസം വിടുന്നതൊക്കെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. ലോകത്തിൽ എത്ര പേര് മരിക്കുന്നു, അവരെയൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ നമ്മളോട് പ്രിയപ്പെട്ട, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ മരണക്കിടക്ക നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. 116-ാം സങ്കീർത്തനം 15-ാം വാക്യം പറയുന്നു, അവൻ്റെ വിശുദ്ധന്മാർ,
ഹിസ് സെയിൻസ്. എനിക്ക് ആ വാക്യം വാസ്തവത്തിൽ മീനിങ്ഫുള്ളായി തീർന്നു. ഞാനതിൻ്റെ ആശയം, ഹിസ് സെയിൻസ്, അവൻ്റെ വിശുദ്ധന്മാരെന്ന് അവൻ വിളിച്ചൊരു കൂട്ടം ആളുകൾ. അവരെക്കുറിച്ച് അവൻ പറയുന്നു, അവരുടെ മരണം ഈസ് പ്രഷ്യസ് ഇൻ ഹിസ് സൈറ്റ്. എൻ്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുക്കലിരുന്ന് അവരെ ശ്രദ്ധിക്കുന്ന പോലെ അവൻ്റെ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഇറ്റ് ഈസ് പ്രഷ്യസ് ഇൻ ഹിസ് സൈറ്റ്, ഇറ്റ് ഈസ് പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിൻസ്. അവരെ അവൻ കൈവിടില്ലേ, അവരെ അവനോട് സഹായിക്കുന്നു, അവരെ മറുകര എത്തിക്കുന്നു, അവർക്ക് മനോഹരമായൊരു വിശ്രമസ്ഥലത്തിലേക്ക് അവരെ കൊണ്ടുപോയി. ദാനിയേലും അനേക വിശുദ്ധന്മാർ വിശ്രമിക്കുന്ന ഇടത്തിൽ പുതിയ നിയമ വിശുദ്ധന്മാരും അവൻ്റെ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവർ അവിടെ വിശ്രമിക്കുകയാണ്. മറുഭാഗം കൂടെ ചിന്തിക്കണം. എന്താണെന്നറിയാമോ? രാപ്പകൽ വിശ്രമം കിട്ടാത്ത ഒരിടം. നമ്മൾ ആ വാക്യം കൂടെ ഈ അവസാന ദിവസം നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. വെളിപാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. 14-ാം അധ്യായം, വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിലെ നരകത്തിലേക്ക് വീഴുന്നവരെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അവിടെ പറയുമ്പോൾ നോക്കുക, അവിടെ വായിക്കുന്നു 14-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട്, ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം അന്ത്യം കുടിക്കേണ്ടി വരും. അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന് പുക എന്നേക്കും പോകും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിന് മുദ്ര ഏൽക്കുന്നവനും രാവും പകലും ഒരു സ്വസ്ഥതയുണ്ടാകില്ല. രാവും പകലും ഒരു സ്വസ്ഥതയില്ല. നരകത്തിൽ പതിക്കുന്ന ഒരുത്തൻ. നമ്മൾ എന്തൊന്ന് ചിന്തിച്ചു നോക്കിയേ. പകലത്തെ അധ്വാനം, വളരെ അധ്വാനിച്ചു, ശരീരം ക്ഷീണിച്ചപ്പോൾ രാത്രിയിലൊന്ന് വിശ്രമിക്കുവാൻ നമ്മൾ കൊതിക്കുകയാണ്. രാത്രിയിലൊന്ന് വിശ്രമിച്ചു, പകലൊന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രഷായി എഴുന്നേൽക്കുന്നു. വീണ്ടും നമുക്ക് ആ പകൽ അധ്വാനിപ്പാനുള്ള ബലം കിട്ടുന്നു. എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ എങ്ങനെയാണ്? ആ പകലും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല, അടുത്ത രാത്രിയിലും ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞു പോയാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? തളർന്ന് നമ്മൾ താഴെ കിടക്കുകയുള്ളൂ. ഇവിടെ വായിക്കുന്നു, നരകത്തിൽ പതിക്കുന്ന മനുഷ്യൻ, അവന് പിന്നെ മരിക്കാൻ കഴിയില്ല, കാരണം അവൻ്റെ ശരീരം പുനരുത്ഥാനം പ്രാപിച്ചതാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി, അവർക്ക് രാവും പകലും സ്വസ്ഥതയുണ്ടാകില്ല. എന്തൊരവസ്ഥയായിരിക്കും നരകം എന്ന് പറഞ്ഞാൽ. മറുഭാഗത്ത് 13-ാം വാക്യം ഇത് പറഞ്ഞിട്ട് ഉടനെ പരിശുദ്ധാത്മാവ് 13-ാം വാക്യത്തിൽ എഴുതി, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കണം. രണ്ടിടം, രാവും പകലും സ്വസ്ഥതയില്ലാത്ത മനുഷ്യൻ നരകയാതന അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കുമ്പോൾ, മറുഭാഗത്ത് ബയൂല തീരം തൻ്റെ വിശുദ്ധന്മാർ അവർ വിശ്രമിക്കുകയാണ്. ഈ ലോകത്തിൽ എത്രയോ മരണങ്ങളാണ് ഓരോ ദിവസവും കഴിയുന്നത്. യാഥാർത്ഥ്യം, മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആ പടി കടന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരു ചോയ്സ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചുമതല ചിലരെങ്കിലും ഈ നരകത്തിൽ നിന്ന് വലിച്ചു രക്ഷിക്കുക എന്നുള്ളതായിരിക്കണം. ഈ ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം കുറച്ചു പേരെങ്കിലും രക്ഷിക്കപ്പെടണമെന്നൊക്കെയായിരുന്നു. കാരണം ആ നരകത്തിൻ്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കിയ നമ്മൾ സൗജന്യ രക്ഷ കർത്താവ് കാൽവറി ക്രൂശിൽ ഒരുക്കി തന്നപ്പോൾ അതിൻ്റെ വിലയും മനസ്സിലാക്കിയപ്പോൾ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നൊരാഗ്രഹമായിരുന്നു. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ വില കൊടുത്ത് ഈ സുവിശേഷം പ്രചരിപ്പിച്ചാൽ എത്ര വ്യക്തികളായിരിക്കും ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാത്തവരൊക്കെ നിത്യനരകത്തിൽ ദണ്ഡനം അനുഭവിക്കാൻ പോവുകയാണ്. ന്യായവിധിയുടെ ഭയങ്കരത്വം ഓർക്കുക, ക്രിസ്തു ലഭിക്കുന്ന അനുഗ്രഹം ഓർക്കുക. നമ്മളിവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും രക്ഷിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെടാതെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദാനിയേലിനോട് ദൈവം പറഞ്ഞ വാക്കോർത്ത് ആ ഭക്തനായ മനുഷ്യനോട് വിശ്രമം കൊടുത്തപ്പോൾ, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർക്ക് വിശ്രമം കൊടുക്കുമ്പോൾ, ക്രിസ്തുവില്ലാതെ മരിക്കുന്നവർക്ക് ഒരു വിശ്രമമില്ലാത്ത ഇടം. ഈ രാത്രിയിൽ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടോ? ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, പള്ളിയിൽ പോകുന്നുണ്ടെന്നുള്ളതോ കുർബാന കൈക്കൊണ്ടെന്നുള്ളതോ അതൊന്നുമല്ല വിഷയം. വീണ്ടും ജനിച്ചൊരനുഭവം, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം, ദൈവ കുടുംബത്തിൽ ജനിച്ചൊരു ദിവസം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചൊരു ദൈവവിതലായിത്തീരുന്ന ഒരു ദിവസം, ആ ദിവസം ജീവിതത്തിൽ ഇല്ലെങ്കിൽ മരണം യാഥാർത്ഥ്യമാണ്.
നരകം യാഥാർത്ഥ്യമാണ്, വിശ്രമസ്ഥലം സ്വർഗം യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ കണ്ണടയ്ക്കാതെ ഞാൻ മരിച്ചാൽ കർത്താവ് വന്നാൽ ഞാൻ എവിടെ പോകും എന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് തന്നെ ഭാവിയെ സംബന്ധിച്ചുള്ളൊരു തീരുമാനം എടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഒരു വാക്കുകൂടെ ഞാൻ അവിടെ നിന്ന് ഓർപ്പിച്ചോളട്ടെ. കാലാവസാനത്തിൽ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നിന്റെ ഓഹരി, ലോട്ട് എന്നാണ് ഇംഗ്ലീഷ്. നിന്റെ ഓഹരി, യുവർ ലോട്ട്, യു വിൽ കം ബാക്ക് ഇൻ ദി എൻഡ് ടൈം ഫോർ യുവർ ലോട്ട്. നിന്റെ ഓഹരിക്കായിട്ട് നീ എഴുന്നേറ്റ് വരും. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന വാക്യം സങ്കീർത്തനം 17:14. ആ വാക്യം ഒന്ന് വായിക്കണം. സങ്കീർത്തനം 17:14. വിശുദ്ധന്മാരുടെ ഓഹരിയും മറ്റൊരു കൂട്ടരുടെ ഓഹരി വായിച്ചു. ഞാൻ ഈ വാക്യം ഓർമ്മ വന്നു. കാരണം പലപ്പോഴും ഈ ലോകത്തിലുള്ളവരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവർ വലിയ ധനികരും ഒരുപാട് സമ്പത്തുകളും സുഖവും അനുഗ്രഹങ്ങളും വലിയ മാളികകളും ഒക്കെ പണിത് അവർ ഉയർത്തുമ്പോൾ സങ്കീർത്തനം 17:14 വായിക്കുന്നു, ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണം, അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ഞാൻ ഇംഗ്ലീഷ് അത് വായിക്കാം. Men of the world who have their portion in this world. Men of the world who have their portion in this world. ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ പോർഷൻ ഈ ലോകത്തിലാണ്. Their portion is in this world. പക്ഷേ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനോട് പറഞ്ഞു, your lot is in the kingdom which is going to come. ഈ ലോകത്തിലല്ല നമ്മുടെ ഓഹരി, ഈ ലോകത്തിലല്ല നമുക്കുള്ള പങ്ക്, ഇവിടെയല്ല നമ്മുടെ അവകാശം. 1 പത്രോസ് 1:3-5 വരെയുള്ള വാക്യം വായിച്ചു നോക്കിയാൽ നമ്മളെ ഒരവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചു. ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു നിത്യാവകാശം, സ്വർഗത്തിൻ്റെ അവകാശം. ദാറ്റ് ഈസ് മൈ ലോട്ട്. എൻ്റെ അവകാശം അതാണ്. നീ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ചിട്ട് അവസാനത്തിൽ നിൻ്റെ ഓഹരിക്കായി നീ എഴുന്നേറ്റ് വരും. എന്നാൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്, 95-96 വയസ്സുള്ള ഈ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ പിതാക്കന്മാരോട്, പഴയ നിയമ വിശുദ്ധന്മാരോട് ചേർന്ന് അവനും അവരോട് ചേർന്ന് നിദ്ര പ്രാപിച്ച് വിശ്രമത്തിൽ കഴിയുമ്പോൾ അവർക്കാർക്കും ഈ വാഗ്ദത്തം ചെയ്ത ഈ ഓഹരി ലഭിച്ചിട്ടില്ലേ? അത് ലഭിക്കണമെങ്കിൽ എബ്രായലേഖനം ഒന്നെടുത്താട്ടെ, 11-ാം അധ്യായം. നമ്മുടെ ഹൃദയത്തെ അത് ത്രസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേൽ ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാരും കഴിഞ്ഞ 2000 വർഷമായി അവര് 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യം, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. അവർ നമ്മെ കൂടാതെ രക്ഷാപ്രവൃത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. ഹാവിങ് ഒബ്റ്റൈൻഡ് എ ഗുഡ് റിപ്പോർട്ട്. അവരെല്ലാവരും ഇതൊക്കെ പ്രാപിച്ച് അവര് എല്ലാവരും വിശ്രമിക്കുക. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി. വിശ്വസിപ്പാൻ കഴിയുമോ? ഈ ദാനിയേലിനെ പോലെയുള്ള വിശുദ്ധന്മാർ, പഴയ നിയമഭക്തന്മാർ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നിന്റെ ഓഹരി നിനക്കുണ്ട്, നിനക്കത് ലഭിക്കും. പക്ഷെങ്കിൽ നിന്നെക്കാട്ടിൽ ഏറ്റവും നല്ലത് കരുതിയിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാർ. നമ്മളത് വാക്യം നോക്കി, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, അവൻ്റെ പുത്രൻ്റെ കാന്തയാണ്, നാം അവനോടുകൂടെ കൂട്ടവകാശികളാണ്. ഈ പഴയ നിയമ ഭക്തന്മാർ, ദാനിയേൽ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ, അവർക്കൊന്നും ആ ഓഹരി കിട്ടിയിട്ടില്ല. അവർക്ക് ഓഹരി കിട്ടുമ്പോൾ അവരെക്കാട്ടിൽ വലിയ ഓഹരിക്ക് ഉടമകളായിത്തീരും കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഏറ്റവും ചെറിയൊരു പാപി പോലും. ഈ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഏറ്റവും ചെറിയൊരു പാപി പോലും ആ പഴയ നിയമഭക്തനെക്കാട്ടിൽ വലിയവനായിരിക്കും. നമുക്ക് വേണ്ടി ഏറ്റവും മുൻകരുതി. ഇതെന്തൊരു ഭാഗ്യമാണ്, ഇതെന്തൊരു ഭാഗ്യമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കി.
നമ്മളിതൊന്നും ആഗ്രഹിച്ചില്ല. അവരൊക്കെ എത്രയോ അധ്വാനിച്ചു, അവരൊക്കെ എത്രയോ പ്രവർത്തിച്ചു. ദൈവം നമുക്ക് വേണ്ടിയാണ് ഏറ്റവും നല്ലത് മുൻകരുതിയത്. നന്ദിയുള്ളവരായി ജീവിക്കുക. കർത്താവ് പറഞ്ഞു അവസാനമായി, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഐ എം കമ്മിങ് വിത്ത് എ റിവാർഡ് ഫോർ എവ്രി മാൻ. എല്ലാ മനുഷ്യനും കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ട്. ദാനിയേലേ നിനക്ക് തരാനുണ്ട്, യോഹന്നാനെ നിനക്ക് തരാനുണ്ട്. നമ്മുടെ പേരുകൾ വിളിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തരാനായിട്ടുണ്ട്. ഞാൻ വരികയാണ്, ഓരോരുത്തർക്കുള്ള ഓഹരികൾ ലഭിക്കാൻ പോവുകയാണ്. അവനവൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം, വിശ്വാസതയ്ക്കൊത്തവണ്ണം കർത്താവ് ഓഹരി തരാൻ പോവുകയാണ്. ഈ രാത്രിയിൽ ദാനിയേലിൻ്റെ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചോളട്ടെ. നമ്മളെ ഭക്തനായ ദാനിയേൽ അവനൊരു വിശ്രമത്തിലേക്ക് കടന്നപ്പോൾ, പുതിയ നിയമഭക്തന്മാർ മരിക്കുന്നവർ അവരും വിശ്രമത്തിലേക്ക് കടക്കുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് ദൈവമില്ലാതെ മരിക്കുന്നവർ, രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവർ എത്ര ഭയങ്കരമായൊരു മരണത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക ദിവസങ്ങളായി നമ്മളിവിടെ വന്ന് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ രക്ഷ ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ. 2, രക്ഷിക്കപ്പെട്ട ദൈവജനം നമുക്കൊരു ഓഹരിയുമായി കർത്താവ് മടങ്ങി വരുന്നു. അവൻ്റെ രാജ്യത്തിൽ നമുക്ക് എന്താണ് ഓഹരി ഉള്ളത്? നമുക്ക് ചില പ്രതിഫലങ്ങൾ പിടിച്ചു പറ്റുവാനായിട്ടുണ്ടോ? നമുക്ക് അധ്വാനിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മാറ്റപ്പെട്ടെ. പ്രിയ ജിജി മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏകദേശം 4 മാസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനത്തിലായിരുന്നു. നമ്മൾ കേട്ട പോലെ ഇത് അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. ഒരുപക്ഷെ ഇത് രേഖപ്പെടുത്തുമ്പോൾ, അല്ല ഇത് ദൈവം ഈ പ്രവചനം നൽകുമ്പോൾ ദാനിയേലിന് പോലും പൂർണ്ണതോതിൽ ഇത് ഗ്രഹിപ്പാൻ സാധിച്ചില്ല. താൻ ചോദിക്കുമ്പോഴും ഇത് അന്ത്യകാലത്തേക്ക് അടച്ച് ഇടപ്പെട്ടിരിക്കുന്ന പുസ്തകമാണെന്ന് അരുളപ്പാടുണ്ടായി. എന്നാൽ നമുക്ക് ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തന്നു. കർത്താവിൻ്റെ ദാസനെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുകയും ചില ദിവസങ്ങളോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ വേദഭാഗം ഈ പ്രവചന പുസ്തകം പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിന്ന് കേട്ടു, നമുക്കുള്ള ഭാഗ്യം അതെത്രയോ വലുതാണ്. ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യകരമാണ്. പുതിയ നിയമ ജനത്തിന് മാത്രം, അല്ലെ പുതിയ നിയമ കാലഘട്ടത്തിലുള്ള ആ വലിയ ഭാഗ്യം ക്രിസ്തുവിൽ ജീവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷ ദൈവം ദാനമായിട്ട് തന്നു. പഴയ നിയമ വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ പ്രിയപുരുഷനായ ദാനിയേലിന് പോലും ആ രക്ഷാപൂർത്തി സംഭവിക്കണമെങ്കിൽ നമ്മൾക്ക് അത് ലഭിച്ച ശേഷം മാത്രമേ ഉള്ളൂ. ആ പുനരുദ്ധാനത്തിൻ്റെ 2 ഘട്ടങ്ങളെ നമ്മൾ ഓർത്തു. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പുനരുദ്ധാനം പ്രാപിക്കേണ്ടതാണ്. എന്നാൽ അപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് തീരുവാൻ സാധിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ യേശു ക്രിസ്തു കർത്താവായി തീർന്നിട്ടുള്ളവരാണോ? ക്രിസ്തുവിൽ ജനിച്ച ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാനുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ ഈ സമയം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൻ്റെ കർത്തദാസൻ ഓർപ്പിച്ച പോലെ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതായിരുന്നു. ആ ലഭിച്ച സത്യം മറ്റുള്ളവരെ അറിയണം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സത്യം മനസ്സിലാക്കി ദാനമായി ദൈവം ഒരുക്കിയ ഈ രക്ഷ അവരെ കരസ്ഥമാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം. നമുക്ക് ആ അന്ത്യകാല വിഷയങ്ങൾ, പ്രത്യേകമായിട്ട് സഭ മാറ്റപ്പെട്ട ശേഷം നടക്കാനുള്ള ആ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളും അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചയൊക്കെയും ഒരു പരിധിവരെ ഗ്രഹിപ്പാനായിട്ട് ഈ പഠനത്തിലൂടെ നമുക്ക് സഹായിച്ചു. ഈ പഠനമൊക്കെയും നമുക്ക് ചിന്തിക്കുവാനും നമ്മളെ തന്നെ ശോധന കഴിപ്പാനും വരുവാനുള്ള ആ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കുവാനായിട്ട് ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഓർത്തു, 1335 ദിവസം വരെയും ആ ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാലും നമുക്കോ എത്രയോ വലിയ ഭാഗ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവൻ്റെ ആ
മണവാട്ടി സഭയുടെ അംഗത്വം അവൻ്റെ ശരീരമായി തീരുവാനുള്ള, ശരീരത്തിൻ്റെ അവയവമായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. ഇതിന് നമുക്ക് ഒരു വിലയും ഒരു പ്രവൃത്തിയും നമുക്ക് കാരണമല്ല, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ആ വിശ്വാസം മാത്രം അതിന് ആധാരമായിരിക്കുന്നു. നമ്മൾ അനുഭവിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിലൂടെ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കർത്താവായി ഏറ്റുപറയുമ്പോൾ ആ രക്ഷദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്രകാരം ആരെങ്കിലും അനുഭവത്തിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവൻ നിങ്ങളെ തീർച്ചയായും അവൻ്റെ മകനായി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലെ അധ്വാനത്തിനൊക്കെയും ശേഷം ഈ സന്ധ്യാസമയത്ത് വചന കേൾവിക്കായിട്ട് ഞങ്ങളെ കൂട്ടിച്ചേർത്ത മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾക്ക് വിളമ്പിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ദാനിയേൽ പ്രവചന പഠനം കർത്താവേ ഇന്ന് അവസാനിക്കുമ്പോൾ ഞങ്ങളെ കേൾപ്പിച്ചായിട്ടുള്ള വചനം അതിൻ്റെ അനുഗ്രഹത്തിലേക്ക് അത് എത്തിച്ചേരുവാനായിട്ട് ഓരോ ഹൃദയങ്ങളെയും അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ, ഞങ്ങൾ ഈ സംഭവവാസങ്ങളൊക്കെയും ചുറ്റും നോക്കുമ്പോൾ ഇത് കാലാവസാനമെന്ന് ഗ്രഹിപ്പാൻ തക്കോണം, അന്ത്യകാലമെന്ന് ഗ്രഹിപ്പാൻ തക്കോണം, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കോണം അവിടുന്ന് കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. കർത്താവിൻ്റെ ആ രഹസ്യവരവ്, തൻ്റെ സഭയെ ചേർക്കുവാനുള്ള വരവ് അടുത്തിരിക്കുന്നു. എന്നാൽ കർത്താവെ, ഈ വചന കേൾവിക്കായിട്ട് കടന്നുവന്ന ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാനിട വരാതെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ തക്കണം. അവിടുന്ന് ഓരോരുത്തരും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ തരുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ കർത്താവെ തുടർന്നുള്ള ക്ലാസ്സുകളിലും അനേകർ കടന്നു വന്ന് വചന കേൾവി അവർക്ക് അനുഗ്രഹമായി തീരുവാനും ഒരുമിച്ച് ഞങ്ങൾ വചന സത്യങ്ങളെ പഠിക്കുവാനും അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദാസനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ധ്യാസമയത്തിനായിട്ട് സ്തോത്രം, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം, സകല മുഖത്തോടുന്ന് എടുക്കുമാറാണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴും പിരിയാത്ത സാന്നിധ്യത്തിൽ കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമുഖത്തുള്ള നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുണ്ട